കേരളത്തിൽ നിപ്പ മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര സംഘം കേരളത്തിലെത്തും. നാഷണൽ ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം സംസ്ഥാനം സന്ദർശിക്കുന്നത് പരിഗണനയിലാണ്. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, 2 കേസുകൾ, അതിലൊന്ന് മരണം എന്നുള്ള നിലയിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ട്. ജാഗ്രത തുടരുന്നുണ്ട് 3 ജില്ലകളിൽ. കേന്ദ്രം സാഹചര്യം നിരീക്ഷിക്കുന്നു. അതിന്റെ ഭാഗമായി കേന്ദ്ര സംഘം കേരളത്തിലേക്ക് എത്താൻ പോകുന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സന്ദർശനമുണ്ടെങ്കിൽ അത് എപ്പോഴേക്കായിരിക്കും അച്യുതൻ? റിജിത്ത്, കേരളത്തിലെ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യം, അതിൽ നിലവിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന ഒരാളുടെ, പാലക്കാട് ചികിത്സയിൽ തുടരുന്ന ഒരാളുടെ നില ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു കേന്ദ്ര സംഘം കേരളം സന്ദർശിക്കും, അക്കാര്യം പരിഗണനയിലുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത്. അതായത് നാഷണൽ ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീമായിരിക്കും ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെത്തുക. നിലവിലെ നിപ്പ വൈറസുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ എന്താണ് എന്നത് വിലയിരുത്തുക ഈ സംഘമായിരിക്കും. അത് പരിഗണനയിലാണ് എന്നതാണ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാമും അതുപോലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും NCDC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇത് കേരളത്തിൻ്റെ സംസ്ഥാന യൂണിറ്റുമായി നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തുന്നുണ്ട്. സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യങ്ങൾ വഷളായിട്ടില്ല എന്ന വിലയിരുത്തലാണ് ആരോഗ്യ മന്ത്രാലയത്തിനുള്ളത്. എന്തായാലും ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായി കൂടിയായിരിക്കും ഈ സംഘം, കേന്ദ്ര സംഘം കേരളത്തിലെത്തുക, സാഹചര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക. റീജിത്ത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. നിപ്പ ജാഗ്രത തുടരുന്നുണ്ട് സംസ്ഥാനം. അതിനിടയിൽ ഒരുപക്ഷെ കേന്ദ്ര സംഘം കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്.